എങ്കിലും ഇവിടെ ഇരിക്കുന്ന ബലരാമസ്വാമി വളരെ പ്രത്യേകതയാണ്. ഇവിടെ ഭഗവാനെ നേരിട്ട് സേവിക്കുന്ന പൂജാരിമാർക്കറിയാം, ഫോട്ടോഗ്രാഫർമാർക്കറിയാം. കാരണം ഈ അലങ്കാരം ചെയ്യും, കിരീടം വെച്ച് മാലകളിട്ട് വസ്ത്രം ധരിച്ച് ഇതെല്ലാം ചെയ്യും. പക്ഷെ ബലരാമസ്വാമിക്ക് ഒരു ചെറിയ ഒരു പ്രത്യേകതയുണ്ട്. കമ്മൽ വെച്ചിട്ട് പോയ ഒരു കമ്മൽ കാണില്ല. അതിവിടെ പല പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട്. ഭഗവാന് 2 കമ്മലിട്ട ഒന്നിനെ കാണില്ല. ഞാൻ വിചാരിച്ച് ഈ മോഡേൺ ചെറുപ്പക്കാരന്മാരെ പോലെ ആയോ എന്തോ, ഇങ്ങനെ ഒരു കമ്മലൊക്കെ ഇട്ട് ഇപ്പോൾ കുറേ എണ്ണം ഭ്രാന്തുകൾ നടക്കുന്നില്ല, അത് ആ സ്റ്റൈലിൽ വല്ലതായോ അങ്ങനെയൊക്കെ വിചാരിച്ചു. ഒന്ന് എപ്പോഴും കാണില്ല. നമ്മളന്ന് പൂജാരിയെ വഴക്ക് പറയും, ഇതൊക്കെയാണ്. അങ്ങനെ മായപ്പൂരിലിരുന്ന് വന്ന വളരെ ശ്രേഷ്ഠമായ ഒരു പൂജാരിയെടുത്ത് ഇങ്ങനെ കാഷ്വലി ഇങ്ങനെ ചോദിക്കണമെന്നൊന്നും വിചാരിച്ചല്ല, എന്തോ സംസാരത്തിൻ്റെ ഇടയ്ക്ക് അങ്ങനെ പറഞ്ഞപ്പോൾ ഉടനെ അദ്ദേഹം ഒരു ശ്ലോകം കണ്ടുപിടിച്ചെടുത്ത് തന്നു. അതായത് നിത്യാനന്ദ പ്രഭുവിനും ബലരാമസ്വാമിക്കും ഒരു ചെവിയിലിട്ട് നടക്കാനാ പ്രിയം എന്ന് ഒരു ശ്ലോകം തന്നെ ശാസ്ത്രത്തിലുണ്ട്. അതുകൊണ്ട് ഇവിടെ നിൽക്കുന്ന ഭഗവാൻ പ്രതിമ നഹീതു സാക്ഷാത് വ്രജേന്ദ്രനന്ദന, പ്രതിമയല്ല, ബിംബമല്ല, ലോഹമല്ല, ശിലയല്ല, കല്ലല്ല, സാക്ഷാത് വ്രജേന്ദ്രനന്ദന, വൃന്ദാവനത്തിൽ നന്ദഗോപരുടെ പുത്രന്മാരാ. അതുകൊണ്ട് നാമം ജപിച്ച് അവരെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഈ ജന്മത്തിൽ തന്നെ നമുക്ക് ഭഗവാന്റെ ലോകത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. ശ്രീ ശ്രീ ബലരാമ പൂർണിമ കീ.